السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. الذي جعل الأرض قرارا وأحاطها بسبع سماوات وجعل فيها أنهارا وجبالا راسيات أخرج منها نبات كل شيء وقدر فيها الأقوات. نحمده تبارك وتعالى حمدا يليق بجلال الذات وكمال الصفات. والصلاة والسلام على سيدنا محمد الصادق الوعد الأمين. أخرجنا من ظلمات الجهل والوهم إلى أنوار المعرفة والعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. حميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. സദഖല്ലാഹുൽ അലിയുൽ അദീം. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, കരുണിക്കടലായ തമ്പുരാൻ ഈ പുണ്യദിനത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ സംഗമം അവൻ്റെ അനുഗ്രഹീതരായ മുഖറബീങ്ങളായ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുമാറാകട്ടെ. ഇന്നലെ എന്നോണം പരിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ നമ്മൾ അവസാനത്തെ 10 കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നാളെ നമ്മൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളാണ്. അയ്യാമു തസീറു ബിസുർഅത്തി ദൗ എന്നാണ്. പ്രകാശവേഗതയിൽ നമ്മുടെ ദിനങ്ങൾ, ഇതുപോലെ നമ്മുടെ ആയുസ്സും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വസന്തമായി റബീഉൽ ഹയാത്തിൽ ഇസ്ലാമിയ, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ വസന്തമായി പരിശുദ്ധ റമദാൻ നമുക്ക് ലഭ്യമായത്. ഇത് ഒരു നന്മയുടെ മത്സരക്കളരിയായി നമ്മൾ മുന്നോട്ട് പോയി. വലിയ വലിയ പ്രതീക്ഷകളും വലിയ വലിയ സ്വപ്നങ്ങളും നമ്മൾ ഇതിൽ പങ്കുവച്ചു. പടച്ചതമ്പുരാൻ്റെ മഗ്ഫിറത്തിനു വേണ്ടി നമ്മൾ ധാരാളമായി തേടി. അള്ളാഹുവിൻ്റെ സ്വർഗം നമ്മൾ ഇരുന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് വിമോചനം നേടാൻ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടു. പിശാചിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ജാഗരൂകരായി. അങ്ങനെ മൊത്തത്തിൽ മൗസിമുൽ ഖൈറാത്ത്, എല്ലാ നന്മകളുടെയും ഒരു സീസണായി നമ്മൾ പരിശുദ്ധ റമദാനിലെ ഈ ആദ്യ ദിനങ്ങളെ, ആദ്യ 2 പാദങ്ങളെ ഉപയുക്തമാക്കി. ഇദർ റൗദു അംസാ മുജ്ദിബൻ ഫീ റബീഇഹി വഫീ അയ്യി ഹീനിൻ യസ്തനീറു വയസ്ഹബു. ഈ കാലഘട്ടം എത്തിയിട്ടും നിങ്ങളുടെ നന്മയുടെ പൂന്തോപ്പ് അത് പുഷ്കലമായിട്ടില്ലെങ്കിൽ, ഇപ്പോഴും നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം സജീവമായിട്ടില്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിലാണ് അതാവുക എന്ന് കവി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയില്ലാത്ത നമ്മളൊരു വൃക്ഷം നട്ടുകൊണ്ട് അത് വളർന്നു വന്ന് അത് പന്തലിക്കുന്നില്ലെങ്കിൽ, അത് പുഷ്പിക്കുന്നില്ലെങ്കിൽ, അത് വെട്ടി വീണ്ടും നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയെങ്കിലും സംശയമുണ്ടോ റമദാനിനെ പൂർണ്ണമായി ഉപയുക്തമാക്കാനായിട്ട് സാധിച്ചില്ല എന്നെങ്ങാനും ഒരു ചെറിയ സംശയം നമുക്കുണ്ടെങ്കിൽ, അപ്പോൾ തുടക്കത്തിൻ്റെ ജീർണതയിലല്ല, വരാൻ പോകുന്ന ഒടുക്കത്തിൻ്റെ പൂർണ്ണതയിലാണ് നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ്. എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ അൽഖാക ഫീ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഏറ്റവും നല്ല ദിനമെന്നുള്ളത് നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാകണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും നല്ലത് എന്നുള്ളത് ഖവാത്തിമഹ, അതിൻ്റെ അവസാനമായിരിക്കണം എന്നതാണ്. അപ്പോൾ റമദാനിൻ്റെ അവസാനം, അതാണ് നമ്മുടെ വിഷയം. ഇനിയുള്ള 10
അത് എങ്ങനെ ഏറ്റവും നല്ലതാക്കി മാറ്റാം, അതിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾക്ക് ഒരല്പസമയം ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുണ്യങ്ങളെ വാരിക്കൂട്ടാൻ ജാഗരൂകരാകുകയും ചെയ്യുക. അള്ളാഹു പരിശുദ്ധ റമളാനിൻ്റെ വിജയികളിൽ, അതിൻ്റെ അനുകൂലമായി സാക്ഷ്യം പറയുന്ന മഹാ സൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 ഇങ്ങോട്ടെത്തിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഷദ്ദൽ മിഅ്സർ, അരയും തലയും മുറുക്കി അള്ളാഹുവിൻ്റെ റസൂൽ ഒരുങ്ങാറുണ്ടായി. വഹ്യാ ലൈലഹു, രാത്രിയെ സജീവമാക്കും. വഅയ്ഖള അഹ്ലഹു, വീട്ടുകാരെയും വിളിച്ചുണർത്തും. തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തി അരയും തലയും മുറുക്കി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ന് റമളാൻ്റെ അവസാനത്തുമ്പോൾ വീണ്ടും ഒരു ഒരുക്കം, അങ്ങനെ രാത്രിയെയൊക്കെ ഇങ്ങനെ സജീവമാക്കാറുണ്ട്. വകാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹാ, അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നുള്ളത് മറ്റ് സമയങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ലൈലത്തുൽ ഖദറിനെ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, നമുക്കൊക്കെ മനഃപ്പാടമുള്ള 1000 മാസങ്ങളേക്കാൾ പുണ്യമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഓരോ നിമിഷങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർന്നിരുന്നത്, കണ്ണിലെണ്ണയൊഴിച്ചിരുന്നത് എന്നാണ്. ഞാൻ ഓതിവെച്ച ആയത്ത് ലൈലത്തുൽ ഖദറിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ലൈലത്തുൻ മുബാറക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം നിങ്ങൾക്കതിനെ ഇറക്കിത്തന്നത് എന്നതാണ്. അതിൻ്റെ വിശേഷണങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ 1000 മാസം എന്നുള്ളത് 84 വർഷത്തോളം ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്ന, എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര ശ്രദ്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിൻ്റെ ഉത്തരം, ഒരൊറ്റ രാത്രി കൊണ്ട് 84 വർഷം നിരന്തരമായി കർമ്മം ചെയ്ത ഒരു പുണ്യം എനിക്ക് ലഭ്യമാകും എങ്കിൽ, ഇല്ല നമുക്കൊരു രാത്രി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് 1 മണിക്കൂറാണ് ലൈലത്തുൽ ഖദറാകുന്ന രാത്രിയിൽ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ചെലവ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ, ദിക്റിൽ, സലാത്തുകളിൽ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ, പ്രാർത്ഥനകളിൽ, പുണ്യകർമ്മങ്ങളിൽ നിങ്ങൾക്ക് ചെലവാക്കാൻ സാധിച്ചതെങ്കിൽ 7 വർഷം, 1 മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ 7 വർഷം നിങ്ങൾക്ക് പുണ്യം ചെയ്ത പ്രതിഫലമാണ്. ലൈലത്തുൽ ഖദർ എന്ന പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ നിങ്ങൾ 1 മിനിറ്റ് ആണ് ഒരു ദിവസം നിങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം ഒന്ന് ചെലവ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ 50 ദിവസം നിരന്തരമായി പ്രതിഫലം, കർമ്മം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ്. അതുകൊണ്ടായിരിക്കില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഫമൻ ഹറുമഹ, ആർക്കെങ്കിലും അത് തടയപ്പെട്ടാൽ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ ലഭ്യമല്ലാതിരുന്നാൽ ഫഖദ് ഹറുമൽ ഖൈറു കുല്ലു, എല്ലാ നന്മകളും അവന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു എല്ലാ നന്മകളെയും വാരി വാങ്ങുന്ന, അതിനുപയുക്തമാക്കുന്ന വിജയികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യങ്ങളിൽ പറഞ്ഞിട്ട് നമുക്ക് ലഭ്യമാകേണ്ടുന്ന ചില നേട്ടങ്ങളെക്കുറിച്ചൊന്ന് ഒന്ന് റിവ്യൂ ചെയ്തൊന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധിക്കുന്നത്. എന്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന് ഇത്ര പുണ്യം ലഭിച്ചു എന്നതിൻ്റെ ഉത്തരം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ആ പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിൻ്റെ ആണ്ടറുതിയാകുമ്പോഴാണ് പടച്ചതമ്പുരാന്റെ മലായികത്തുകൾ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, കൂട്ടമായി ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിൽ മാലാഖമാർ ഭൂമിയെ അലങ്കരിക്കുന്ന, ഭൂമിയെ ചുംബിക്കുന്ന, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിനമായി അത് മാറുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം പുണ്യം ലഭ്യമാകാവുന്ന ഈ രാത്രി എന്ന് മാത്രമല്ല, ആരെങ്കിലും അതിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈമാൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ലഭ്യമാകാവുന്ന ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കാനുള്ള കാരണം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നൽകി എന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, 1 മാസം നോമ്പനുഷ്ഠിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നു, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിന് നിന്നെ മഹത്വപ്പെടുത്തുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനെ മഹത്വപ്പെടുത്താൻ, അവന് ശുക്ർ ചെയ്യാൻ നോമ്പനുഷ്ഠിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതിന് മാത്രമുള്ള പുണ്യമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാണ്.
ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതീർണമായതിൻ്റെ അണ്ടർതി, ആ അണ്ടർതിയുടെ വാർഷിക പെരുന്നാളായി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് കുറച്ച് പറയുന്നത് ഇത് ഈ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. റമദാൻ്റെ വിഭവങ്ങൾ ഇങ്ങനെ എണ്ണിപ്പെടുമ്പോൾ മാഇദത്തു റമദാൻ എന്നുണ്ട്. റമദാൻ്റെ തീന്മേശയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിഭവങ്ങളിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നോമ്പുണ്ട്, റവാത്തിബ് സുന്നത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, ഇഫ്താറുകളുണ്ട്, അതുപോലെ തന്നെ സകാത്തുകളുണ്ട്, സദഖകളുണ്ട്, കുടുംബബന്ധം ചേർക്കലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പുണ്യങ്ങളിൽ ഏറ്റവും അതിൻ്റെ സെൻറ്റർ സ്ഥാനത്ത് ഫോക്കസ് എന്നുള്ളത് ഖുർആനാണ്. നമ്മളതെടുത്തു, ഒരു പ്രാവശ്യം ഖത്തം തീർത്തു, 2 പ്രാവശ്യം കഴിച്ചു, നിരന്തരമായി അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മളിലുണ്ട്. വലിയ പുണ്യകർമ്മമാണ്. നോമ്പും ഖുർആനും ഒരടിമയ്ക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതിൽ നോമ്പ് പറയുക, പടച്ചതമ്പുരാനെ ഞാനാണ് ഞാനാണ് അവന് ഭക്ഷണം തടഞ്ഞത്, അതുപോലെ തന്നെ വിചാരങ്ങളും നിയന്ത്രിച്ചത് ഞാനാണ്. ഫശഫ്ഇനി ഫീഹി, അതുകൊണ്ട് എൻ്റെ പേരിൽ അവന് വേണ്ടി എനിക്ക് ശുപാർശ ചെയ്യാൻ നീ അനുവാദം നൽകണമേ. ഖുർആൻ പറയും മനഅ്തുഹുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ ഞാൻ അവന് ഉറക്കം, എന്നെ പാരായണം ചെയ്ത് ഞാനുമായി കഴിച്ചു കൂട്ടിയിട്ട് ഒരുപാട് ഉറക്കം അവന് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ അനുവാദം തരണം, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. അങ്ങനെ ഫയശ്ഫഅൻ, നോമ്പും ഖുർആനുമൊക്കെ അവന് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്നുള്ളതിൻ്റെ ഓർഡർ എടുത്ത് നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് നമുക്കറിയാം അൽ ബഖറയാണ്, പശു. അങ്ങനെ 114, 113 അധ്യായങ്ങളും കഴിഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് സൂറത്തുൻ നാസ് ആണ്, മനുഷ്യൻ. എന്നിട്ട് അതിന് വിശകലനം ചെയ്തുകൊണ്ട് ചിന്തകന്മാർ പറയാണ്, മനുഷ്യനിൽ ഒളിഞ്ഞുകിടക്കുന്ന സകലമാന മൃഗീയതകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവനെ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റാനുള്ള വലിയ മനുഷ്യൻ്റെ നാഗരികതകളിലേക്ക് അവൻ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആയാത്തുകളുടെ ഏറ്റവും വലിയ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ദ മോസ്റ്റ് വൈഡ്ലി റെഡ് ബുക്ക് ഇൻ ദി എക്സിസ്റ്റൻസ് എന്നാണ്. ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. ആ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എൻ്റെ ഇമാമാണ്. അത് വിശദമായിട്ട് ആ വിഷയം പറയാൻ നമുക്ക് അത് തന്നെയാകണം. ഞാൻ അതിലേക്ക് സൂചന, നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യത്തെക്കുറിച്ച്, അവസാനത്തെ രാവുകളിൽ നാം നേടേണ്ടതിനെക്കുറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആയുസ്സിനേക്കാൾ വലിയ പുണ്യം ഒരൊറ്റ രാത്രിയിൽ എനിക്ക് നിശ്ചയിച്ചു തന്നതിൻ്റെ കാരണം ഇതാണ് എങ്കിൽ ഈ ഗ്രന്ഥത്തെ നിൻ്റെ ഇമാമാക്കി മാറ്റാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ മയ്യിത്ത് മറവ് ചെയ്തിട്ട് ഒരു തൽഖീൻ ഓതുന്ന പരിപാടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് നമ്മുടെ പള്ളികളിൽ, ചില പള്ളികളിലൊക്കെ. അത് സുന്നത്താണോ ബിദ്അത്താണോ വലിയ ചർച്ചയുണ്ട്, ഞാൻ അതിലേക്കല്ല. അതിൽ ചില ചോദ്യങ്ങളുണ്ടല്ലോ, നമ്മളെ കൊണ്ടുവച്ച് മണ്ണിട്ട് കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ മണ്ണ് മൂടിയിട്ട് മല്ലാക്ക സൈഡിലിരുന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾ പോവാണ്. ഇദാ ജാഅകൽ മലകാനിൽ മുഅക്കലാനിൽ ഹായിലാനി സായിലാനി മുൻകറുൻ വനകീർ ഫൈഖലാക വജ്ലസാക വസഅലാക. വലിയ ചോദ്യമുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ 2 മലക്കുകൾ വരും, നിന്നെ ഉണർത്തി വിളിച്ചുണർത്തും, ചാരിയിരുത്തും, എന്നിട്ട് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും. മൻ റബ്ബുക, നിൻ റബ്ബാരാണ്, വമൻ നബിയുക വമാ ദീനുക, അങ്ങനത്തെ കുറച്ച് ചോദ്യം. ആ ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ വകുല്ലഹുമാ ബിലിസാനിൻ തൽഖിൻ ബിലാ ഹസഇൻ വലാ ഫസഅ, ഒരൽപ്പം പോലും ടെൻഷനില്ലാതെ വളരെ ഫ്ലുവൻ്റായി നീ അവരോട് പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, പുണ്യ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എൻ്റെ റസൂൽ. അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ചോദ്യം. അതിലൊരു ചോദ്യമാണ് മൻ ഇമാമുക, നിൻ്റെ ഇമാമാര്. അത് പറയാനപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു. അപ്പോൾ നീ ടെൻഷനില്ലാതെ ഫ്ലുവൻ്റായിട്ട് മുൻകർ നക്കീർ അലൈഹിസ്സലാമയോട് പറയണം, വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം. മറ്റേ ചൊല്ലിക്കൊടുക്കൽ തൽഖീൻ ബിദ്അത്താണോ സുന്നത്താണോ എന്നുള്ള ചർച്ച. പക്ഷെ ഇത് ചോദ്യം, നിൻ്റെ ഇമാമാരാണ് എന്ന ഖുർആൻ തന്നെ നിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ നിൻ്റെ ഇമാമാൻ. പ്രിയമുള്ളവരെ, 1000 മാസങ്ങളുടെ പുണ്യവുമായി ഒരു ലൈലത്തുൽ ഖദർ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ പകലുകളിൽ നോമ്പനുഷ്ഠിച്ച് ഖുർആൻ പാരായണം ചെയ്ത് പുണ്യങ്ങളെ നേടി പരിശുദ്ധ ഖുർആന്റെ അനുയായികളായി മാറി സ്വർഗത്തിലേക്ക് ദ്രുതഗമനം ചെയ്യാനായി ഒരുങ്ങിയിരിക്കുന്ന മാനസികമായ സംശുദ്ധിയിലിരിക്കുന്ന എന്നെയും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ ചോദിക്കുന്നു, എൻ്റെ ഇമാം ഖുർആനാണോ? എൻ്റെ ഇമാം ഖുർആനാണോ?
ഇന്ന ഹാദൽ ഖുർആന മഅദബത്തുല്ലാഹ് ഫഖ്ബലൂ മഅദബത്തല്ലാഹി മസ്തതഅതും. ഈ ഖുർആൻ എന്നുള്ളത് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ മഅദബത്താണ്. അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പത്രങ്ങളിലും കാണാം മഅദബത്ത് ഇഷ. ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഞാൻ ഒമാനിലുണ്ടായത്, ഒമാനിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ സുൽത്താൻ ഇന്ത്യൻ പ്രസിഡന്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടൊരു സെറിമോണിയൽ ഡിന്നർ നടത്തും. അതിനെയാണ് മഅദബത്ത് എന്ന് പറയാം. ഹെഡ് ഓഫ് സ്റ്റേറ്റുകൾ വരുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്ത് നടത്തുന്ന ഈ വിരുന്നുണ്ടല്ലോ, എൻ്റെ അടിയാറുകളെ, എൻ്റെ ഉമ്മത്തെ, റസൂൽ പറയാണ്. പടച്ചതമ്പുരാൻ തൻ്റെ അടിയാറുകളെ ബഹുമാനിച്ച് ആദരിച്ച് റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ വിരുന്നാണ് പരിശുദ്ധ ഖുർആൻ. ഫഖ്ബലൂ മഅദബത്തല്ലാഹ്. ആ വിരുന്നിനെ നിങ്ങൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട്? മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്നഹ്. നിങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ മുന്നിലാണ് നിങ്ങൾ സ്ഥാനം നൽകുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കൈകളും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രിഫറൻസുകളിൽ എനിക്കൊരുപാട് മുൻഗണനകളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ ജീവിതത്തിൽ നിങ്ങൾ മുന്നിലാണോ പരിശുദ്ധ ഖുർആൻ സ്ഥാനം നൽകിയതെങ്കിൽ പരിശുദ്ധ ഖുർആൻ തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കും. വമൻ ജഅലഹു ഖൽഫ ദഹ്രിഹി. പരിശുദ്ധ ഖുർആനിന് ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ് നിങ്ങൾ സ്ഥാനം നൽകുന്നതെങ്കിൽ സാഖഹു ഇലന്നാർ. പരിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ പുറങ്കാലുകൾ കൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് തട്ടിയെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഖുർആനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണ് അല്ലെ? ഖുർആൻ എല്ലാം ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാം ദി ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് മുതൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ, ആകാശങ്ങളുടെ രഹസ്യങ്ങൾ മുതൽ, നക്ഷത്രങ്ങളും സൗരയൂഥവും അതിനപ്പുറത്ത് ഗാലക്സികളും ഒക്കെ ഖുർആൻ്റെ വിഷയമായിട്ട് കടന്നു വരുന്നുണ്ട്. ഭൂമിയും ഭൂമിശാസ്ത്രവും പർവ്വതങ്ങളും അതുപോലെ തന്നെ അരുവികളും നിങ്ങൾക്ക് കാണാം. ജന്തുലോകങ്ങളെ കാണാം. ഫിസിക്സും ബയോളജിയും ബോട്ടണിയും വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ശാസ്ത്രം ഇങ്ങോട്ട് എത്തിപ്പെട്ടിരിക്കുന്നപ്പോൾ ഡിജിറ്റൽ സയൻസിൻ്റെയാണ്, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അത്ഭുതകരമായി തോന്നിപ്പോകും. നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ് കിതാബുൻ മർഖൂം എന്നാണ്. ഡിജിറ്റലൈസ്ഡ് ഡയറി എന്നാണ് അതിന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കാണാൻ പറ്റുക. മർഖൂം അല്ലെ? കാലം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളെ നിത്യനൂതനമായി മാറിയിരിക്കും. നിങ്ങളെ എൻകോഡ് ചെയ്തിരിക്കും നിങ്ങളുടെ റക്കം എന്നാണ് കിതാബും മർഖൂം. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഖുർആനിൽ. പക്ഷേ ഖുർആൻ ആ വിഷയമല്ല, അതിനു വേണ്ടിയിട്ടിറങ്ങിയ ഗ്രന്ഥമല്ല എന്നാണ് ഞാൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ആലോചിക്കാൻ പറയുന്നത്. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതുപോലെ ഇദാ അറത്തു അൻ യുകല്ലിമനി റബ്ബി, എൻ്റെ റബ്ബനോട് സംസാരിക്കണമെന്ന് എനിക്കെപ്പോഴെങ്കിലും പൂതി തോന്നിയാൽ ഞാൻ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിവർത്തി നോക്കും. അപ്പോൾ എൻ്റെ കാതുകളിൽ ഇങ്ങനെ ഒരു ശബ്ദം വന്നിങ്ങനെ തട്ടുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനുകളെ. ആരാണ് വിളിക്കുന്നത്? എൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബനെ വിളിക്കുന്നു. അല്ലയോ മുഅ്മിനെ, അഫലാ തഅഖിലൂൻ, നീ എന്തേ ആലോചിക്കാത്തത്? നീ ചിന്തിക്കുന്നില്ലേ? അഫലാ തതദബ്ബറൂൻ, നീ മനനം നടത്തുന്നില്ലേ? അഫലാ തസ്മഊൻ, നീ കേൾക്കുന്നില്ലേ? അഫലാ തൻദുറൂൻ, നീ നോക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ അല്ലാഹു എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുമ്പോൾ കാതു കൂർപ്പിച്ചുകൊണ്ട് ഞാനിരിക്കും. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറയുന്നത്. ഹനഫ് ബിൻ ഖൈസ് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരായത്ത് കേട്ടു. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്രന്ഥം നൽകി, അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്തെന്നറിയുമോ? ഫീഹി ദിക്റുക്കും, നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു ഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് നൽകി. അത് നൽകിയതിനാണ് 1000 മാസങ്ങളുടെ പുണ്യവുമായി ലൈലത്തുൽ ഖദർ എന്ന ഈ വലിയ സമ്മാനം ഈ റമദാനിൻ്റെ അവസാനത്തെ 10-ൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ്. ഇത് കേട്ടപ്പോൾ അഹ്നഫ് പറഞ്ഞത്ര അലയ്യ ബിൽ മുസ്ഹഫ്, ഒരു മുസ്ഹഫ് എനിക്ക് കൊണ്ടുവരുമോ, ഞാനൊന്ന് നോക്കട്ടെ ഞാൻ എന്താണ് എന്ന്, എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെന്നെ ഒരു വിഷയമായിട്ട് പറയാം. ഞാൻ ഇതിൽ പറയുമ്പോൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എനിക്കിതൊക്കെ ഓർമ്മ വരണം എന്നാണ്. എന്നിട്ട് അഹ്നഫ് ഓരോ ആയത്ത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, ഒരുപാട് ആയത്തുകളുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഞാൻ പെടുമോ?
ഞാൻ അതും നമ്മളെയും കൂട്ടിച്ചേർത്ത് പറയണം. നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരായത്ത് വെച്ചിട്ട് ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു സ്വർഗത്തിൻ്റെ അവകാശികൾ. ആര്? ഞാനുണ്ടോ അതിൽ? ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് അഹ്നഫ് പറഞ്ഞത്. സ്വർഗത്തിൻ്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞു. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിലുണ്ടോ? ഒരു സലഫിയായ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, ഒരൊറ്റ ആയത്തെത്തി, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാനും അമലുസ് സാലിഹാത്തും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എന്തെന്നില്ലാത്ത പ്രേമമുണ്ട്, അള്ളാഹുവിന് എന്തെന്നില്ലാത്ത ഇഷ്ടമുണ്ട്, വുദ്ദുണ്ട്. ആളതന്നെ നേരം വെളുക്കുന്നവർ അതന്നെ പാരായണം ചെയ്തു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ നേരം വെളുത്തപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഇന്നലെ ഇത് മാത്രം ഇങ്ങനെ പാരായണം ചെയ്യാൻ കാരണം? അപ്പോൾ ആൾ, നീ കേട്ടോ, അത് നീ ആരോടും പറയരുത്, നീ ഇതാരോടും പറയരുത്, ഞാൻ ഇങ്ങനെ ഈ രായത്ത് മാത്രം ഇങ്ങനെ ഓതി ആവർത്തിച്ചു എന്ന് നീ പറയരുത്. അപ്പോൾ ആൾ പറഞ്ഞില്ല, അങ്ങ് ജീവിച്ചിരിക്കുവോളം ഞാനത് പറയില്ല ആരോടും. എന്തായാലും എന്താണ് ഇത് ആവർത്തിക്കാനുള്ള കാരണം? അപ്പോൾ ആൾ പറയാണ്, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, കാരുണ്യത്തിൻ്റെ കടലായ റബ്ബ് ഈമാനും അമലുസ് സാലിഹാത്തും ഉള്ളവരെ എന്തെന്നില്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഇങ്ങനെ 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാനതങ്ങനെ ആവർത്തിച്ചതാണ്. നമ്മൾ മുസ്ലിം ഉമ്മത്ത്, ഞാനും നിങ്ങളുമൊക്കെ നമ്മളെ വളർന്നു വന്ന ഒരു മേഖലകളിൽ ഖുർആൻ എന്നുള്ളത് എനിക്ക് പാരായണം ചെയ്തുകൊണ്ട് ഹത്ത തീർക്കാനുള്ള ഒന്നാക്കി മാറ്റി. തീർച്ചയായും ഓരോ ഹർഫുകൾക്ക് പുണ്യം, ധാരാളം പുണ്യം ലഭിക്കുന്ന ഗ്രന്ഥമാണ്, നോക്കിയിരുന്നാൽ പുണ്യം ലഭിക്കുന്ന ഗ്രന്ഥമാണ്. പക്ഷെ അത് നോക്കിയിട്ട് പാരായണം ചെയ്ത് പുണ്യം നേടാനുള്ളതാണോ? അതിനുവേണ്ടി മാത്രമുള്ളതാണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ ആയത്ത് ഏറ്റുവാങ്ങിയിട്ട് എന്നാണ്. എൻ്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറായുടെ ഏകാന്തതകളിൽ നിന്ന് മക്കയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നീട് ഒരിക്കലും ഒറ്റക്കിരുന്നിട്ടില്ല. പിന്നീട് മനുഷ്യ മനസ്സ് മധ്യത്തിൽ നിന്നിട്ട് അവിടെ ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പരിവർത്തിപ്പിക്കുകയായിരുന്നു എന്നതാണ്. ഞാനും നിങ്ങളും ഖുർആൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഖുർആൻ എന്ന് പറയുന്ന ഈ മഹത്തായ സമ്മാനത്തെ ആ നിലക്ക് പാരായണം ചെയ്യാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതില്ലേ? എൻ്റെ ഇമാമാക്കാൻ ഞാൻ ഒരുങ്ങേണ്ടതില്ലേ? എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന എൻ്റെ കൂട്ടുകാരനാക്കാൻ ഞാൻ ബോധപൂർവം പരിശ്രമിക്കേണ്ടതില്ലേ? യാ ഖാരിയൽ ഖുർആൻ ദാവി ഖുലൂബനാ ബിതിലാവത്തിൻ തസ്ദാനു ബിത്തജ്വീദി ഇഖ്റഉ ഫഉമ്മതുനാ തുറക്കിഉ സൗബഹാ ബിൽവബ്ലി തഖ്ഫിളു റഅസഹാ ലിയഹൂദി. അല്ലയോ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ, യാ ഖാരിഅൽ ഖുർആൻ, നീ നിന്റെ ഖുർആൻ പാരായണം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് സുന്ദരമാക്കാമോ? തജ്വീദുകളോടുകൂടിയുള്ള ശ്രവണ സുന്ദരമായ രൂപത്തിൽ നീ ഖുർആൻ പാരായണം ചെയ്ത് എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം നൽകാമോ? ഒന്നതാണ്. വീണ്ടും പറയാണ്, നീ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മുടെ ഉമ്മത്തിനെ നീ ഒന്ന് നോക്കണം. ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, അതിൻ്റെ വസ്ത്രങ്ങളെ ഇങ്ങനെ കൂട്ടിത്തുന്നുകയാണ്. അതിൻ്റെ തല കുനിച്ചിരിക്കുന്നത് യഹൂദിയുടെ മുമ്പിലാണ്. ജൂതൻ്റെ മുമ്പിൽ തല കുനിച്ച് ജൂതൻ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് ഈ ഉമ്മത്ത് നിലകൊള്ളുമ്പോൾ ലോകത്തിൻ്റെ 4/1 വരുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് നമ്മുടെ സഹോദരൻ്റെ ചുടുചോരയെ ഈ ജൂതൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂതന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളെ ഉയർത്താൻ നിനക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമോ? ഖുർആനിൽ പടച്ച തമ്പുരാന്റെ ആഹ്വാനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്സത്തുള്ള ഒരു ജനതയായി ഈ ഉമ്മത്ത് മാറാൻ നിനക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമോ? ഇഖ്റഉ ഫഉമ്മതനാ തഈഷു അലർ റിബാ തൻസാ ഇഖാബൽ ഖാലിഖിൽ മഅബൂദി. നിനക്കൊന്ന് പാരായണം ചെയ്യണം. ഈ ഉമ്മത്ത് സാമ്പത്തികമായ അതിക്രമങ്ങളിൽ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ കിടന്നുകൊണ്ട് ഈ ഉമ്മത്ത് ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലിശക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നീയൊന്ന് ഓതിയിട്ട് അതിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ നിനക്ക് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ ഒന്ന് പാരായണം ചെയ്യാൻ സാധിക്കുമോ?
ഇഖ്റ ലിയർജിഅ മൻ ബനൽ ഇസ്ലാമ മിൻ അസ്ഗാമ സാമിഅഹു ഇല തൽമൂദി. തൽമൂദിലേക്ക് കണ്ണുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഖുർആനിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ചുവിട്ടിരിക്കുന്ന മനുഷ്യന്റെ ബോധമണ്ഡലങ്ങളെ ഈ ദീനിലേക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചുവിടാൻ നിനക്ക് പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ സാധിക്കുമോ? ബിദ്ദീനി ബിൽ ഖുർആനി ലാ ബിസഖാഫത്തിൻ ഈ ഉമ്മത്ത് ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ അവരുടെ സാംസ്കാരിക മേഖലകളിൽ ഉയർന്നുയർന്നു വരട്ടെ. യാ ഖാരിഅൽ ഖുർആൻ, അല്ലയോ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ, ഇന്ന ഖുലൂബനാ അത്ശാ, എൻ്റെ ഹൃദയം ഇതാ ദാഹിച്ചു വലഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയം ഇതാ വെള്ളം തേടിക്കൊണ്ടിരിക്കുന്നു. സന്മാർഗത്തിൻ്റെ വെള്ളവും പാനീയവും തേടി എൻ്റെ ഹൃദയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നിനക്കൊന്ന് പാരായണം ചെയ്യാൻ സാധിക്കുമോ? ലൈലത്തുൽ ഖദറിന്റെ പുണ്യത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥത്തെ, ഈ ഹിദായത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുപോലെ നെഞ്ചിനകത്തേക്കും ഹൃദയത്തിനകത്തേക്കും സ്വീകരിക്കാൻ, ഒരു ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ മാതൃകയായി സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ്. ഒരു കാലഘട്ടം ഉണ്ടായി, അത് സത്യം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാമ ഇഖ്ബാൽ പറയാണ് ഇസ്സത്തുള്ളൊരു സമൂഹം. എന്തുകൊണ്ട് ഇസ്സത്ത്? ഇഖ്റ, നേരത്തെ പറഞ്ഞ വായിക്കുക എന്ന വാക്ക് കേട്ടുകൊണ്ട് അവർ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് കടന്നുപോയി. ലോകം കണ്ടിരിക്കുന്ന സകലമാന ശാസ്ത്രശാഖകളുടെയും പിതാക്കളാരാണ്? ദ ഫാദർ എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഇബ്നു സീനയെ കാണാം, അതുപോലെ ഇബ്നു ഹൈസമിനെ കാണാം. വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് കയറി ചെന്ന് യൂറോപ്പ് ഇരുട്ടിലായപ്പോൾ അവർ വിജ്ഞാനത്തെ സ്വന്തമാക്കിയ ഒരുപാട് നേതാക്കളെ നിങ്ങൾക്കതിൽ കാണാം. ആ കാലഘട്ടത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇസ്സത്തുണ്ടായിരുന്നു. നമ്മളോ ഓർ ഹം ഹാർ ഹോ ഗയേ താരിഖേ ഖുർആൻ ഹോക്കർ. നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1000 മാസങ്ങളുടെ പുണ്യവുമായി നിങ്ങൾക്കതിൻ്റെ വാർഷിക ആണ്ടുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഇസ്സത്തിലാണോ? ഖുർആനിന്റെ പിടുത്തത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, നിങ്ങൾ പിന്നാമ്പറങ്ങളിൽ നിന്ന് പിന്നോക്കക്കാരായി മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, താരിഖേ ഖുർആൻ ഹോക്കർ. ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യേണ്ടുന്ന വിധം നിങ്ങൾ പാരായണം ചെയ്യുന്നില്ല. നിങ്ങൾ അതിനോട് പ്രതിപത്തി പുലർത്തുന്നില്ല. ഇതെൻ്റെ ഇമാമാണ്, ഇതെന്നെ വഴികാട്ടിക്കുന്നവനാണ്, ഇതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിയിൽ, എൻ്റെ കുടുംബത്തിൽ എല്ലാം ഉണ്ടാകേണ്ടുന്ന ഗ്രന്ഥമാണ്. ഇതൊരു നടക്കുന്ന കാന ഖുലുഖുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവമാണ് ഈ ഖുർആൻ. കാന മുസ്ഹഫൻ യംശി അലൽ അർളി, ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഖുർആനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ളത്. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറാണ് ഏറ്റവും വലിയ പുണ്യം. അവസാനത്തെ സമ്മാനം ലൈലത്തുൽ ഖദറിൻ്റെ സമ്മാനം. ലൈലത്തുൽ ഖദറിന് ആ പുണ്യം ലഭിച്ചത് ഈ ഗ്രന്ഥം നൽകിയതിൻ്റെ പേരിലാണ്. ഞാനും നിങ്ങളുമാണ് ആ ഗ്രന്ഥത്തിൻ്റെ അവകാശികൾ. ഞാനും നിങ്ങളും ആ ഗ്രന്ഥത്തോട് എങ്ങനെ പെരുമാറണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. കാലഘട്ടം ഖുർആൻ്റെ ഈ വായനയിലെ കാറ്റ് സ്റ്റീവൻസ്, പോപ്പ് ഗായകനായ കാറ്റ് സ്റ്റീവൻസ് പറയാണ്, ഒരുപാട് ഭൗതിക ഗുണങ്ങൾ, ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ ആസ്വദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച സമ്പത്തും പെണ്ണുമാണ്, സ്ത്രീയുമാണ് ജീവിതത്തിൻ്റെ അലങ്കാരം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കുരങ്ങ് ജീവിക്കുന്നത് പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരത്തിലേക്ക് ചാടിയിട്ട് എല്ലാം ഞാൻ ആസ്വദിച്ചു കൊണ്ട് ജീവിച്ചു. അപ്പോഴാണ് എനിക്കെൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ലഭിച്ചത്. കാറ്റ് സ്റ്റീവൻസ് ഇന്ന് വലിയ ഇസ്ലാമിക പ്രബോധകനായി മാറിയത് ഈ ഖുർആനിൻ്റെ വലിയ വശ്യമനോഹരമായ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. എന്നാൽ ജർമ്മൻ സയൻറ്റിസ്റ്റ് ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിന്റിനെ കുറിച്ചുള്ള ആയത്ത് കണ്ടപ്പോൾ യഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇതങ്ങോട്ട് വായിച്ചപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ ശരിയാക്കിയവനല്ലയോ ഞാൻ എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വെളിച്ചം കടന്നു വരികയാണ്. നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നുകൊണ്ട് പാരായണം ചെയ്തു കാഫ് ഹാ യാ ഐൻ സാദ്. തൻ്റെ ആ കൊട്ടാസിംഹാസനത്തിൽ നിന്നിടങ്ങി വന്നുകൊണ്ട് നജാഷി രാജാവ് അറിയാതെ സാഷ്ടാംഗത്തിൽ സുജൂദിൽ വീണുപോയി. ഖുർആനിൻ്റെ ഒരു ആയത്ത് കേട്ടിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന കഠിന ഹൃദയത്തെ, ലോകത്ത് എന്നും അഭിമാനം കൊള്ളുന്ന 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഏറ്റവും
ഉജ്ജ്വലമായ ഭരണം കാഴ്ചവെച്ച, പ്രജകളോട് കാരുണ്യം കാഴ്ചവെച്ച ഏറ്റവും നല്ല ഭരണാധികാരി ആരെന്ന് എൻ്റെ രാഷ്ട്രപിതാവ് പോലും പറയുമാറ് ഉമറിനെ പരിവർത്തിപ്പിച്ചത് ഒരൊറ്റ താഹ എന്ന് തുടങ്ങുന്ന ആയാത്തുകളാണെങ്കിൽ, ഞാനത് അവസാനിപ്പിച്ചിട്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ അണ്ടർതികളിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഏത് ആയത്താണ് 6200-ലധികം ആയത്തുകളുള്ള ഏത് ആയത്താണ് എനിക്ക് രോമാഞ്ചമുണ്ടാക്കിയത്? യഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഏത് ആയത്താണ് എന്നെ ചിന്തിപ്പിച്ചത്? ഏതായത്താണ് എനിക്ക് വെളിച്ചം നൽകിയത്? ഏതായത്താണ് എനിക്ക് ഫേവറേറ്റ് ആയത്? എൻ്റെ ജീവിതത്തിൽ സ്വാധീനം നേടിയ ഏത് ആയത്താണുള്ളത്? ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ റമദാനിൽ നമ്മളൊരു ശബ്ദമെടുക്കണം. അല്ലാ, നീ എനിക്ക് നൽകിയ ഈ ഹിദായത്തുണ്ടല്ലോ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ സമ്മാനമുണ്ടല്ലോ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നീ എങ്ങാനും ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ, ഈ സത്യമാർഗത്തിലേക്ക് നീ എങ്ങാനും എന്നെ നയിച്ചില്ലായിരുന്നെങ്കിൽ, റബ്ബേ എൻ്റെ ജീവിതം എന്താകും എന്നാലോചിക്കുമ്പോൾ ഈ ഹിദായത്ത് എനിക്ക് നൽകിയതിന് അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തി പട്ടിണി കിടക്കുന്ന മുസ്ലിം ഉമ്മത്തെ ഞാൻ എന്നോട് പറയാം, അള്ളാഹുവിൻ്റെ കലിമത്തിനെ കുറിച്ച് അറിയാൻ, അള്ളാഹുവിൻ്റെ കലിമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഇതാകുന്നു ഏറ്റവും എനിക്ക് ലഭ്യമായ സമ്മാനമെന്ന തിരിച്ചറിവുണ്ടാകാൻ നമ്മൾ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. അപ്പോൾ ഖുർആനാണ് നമുക്ക് അവസാനത്തെ 10-ലെ അമൂല്യമായ സമ്മാനം എന്നുള്ളത്. രണ്ടാമത്തത് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ഇനി നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ജീവിതത്തിൽ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ, അള്ളാഹുവേ എൻ്റെ ജീവിതം എന്താണ്? എനിക്ക് ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ ഞാൻ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ, തെറ്റുകൾ, എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ നമുക്കറിയുള്ളൂ. അള്ളാഹുവേ, ഞാനെങ്ങാനും ചെയ്തിരുന്ന തെറ്റുകളും വീഴ്ചകളും വൃത്തികേടുകളും എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ പോലും എന്നെ വെറുത്തു പോകുമായിരുന്നു. എൻ്റെ കൂടപ്പിറപ്പുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് ദേഷ്യം തോന്നാവുന്ന എത്രയെത്ര തെറ്റുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നിമിഷങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം റമദാൻ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മുഴുവൻ നിങ്ങൾക്ക് മഗ്ഫിറത്തിൻ്റെതാണ്. റമദാനിലെ ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ ദിനരാത്രങ്ങളിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ നിനക്ക് പുറത്തു തരും എന്ന് മാത്രമല്ല, നീ അതെത്തുമ്പോൾ നീ പറയേണ്ടുന്ന പ്രാർത്ഥനയും അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പാപിയാണ് ഞാൻ, വന്നുപോയ തെറ്റുകളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അല്ലാഹുവേ, ഞാൻ എൻ്റെ നാളെകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും പര്യവസാനം? നീ ജനമധ്യത്തിലിട്ടുകൊണ്ട് ഈ വഷളത്തരങ്ങളെ നീ ഒന്ന് പരസ്യമാക്കിയാൽ അല്ലാ, എൻ്റെ എല്ലാ മുഖമൂടികളും അഴിഞ്ഞു പോകുന്ന എത്രമാത്രം വഷളത്തരങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പരിശുദ്ധ റമദാൻ നിങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ ആ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിലേക്കൊന്ന് കൈയുയർത്താൻ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനല്ലയോ? നീ എൻ്റെ പാപങ്ങളെ, എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ നീ എനിക്ക് പുറത്തു തരില്ലയോ? പുറത്തു തരുന്നത് നിനക്കിഷ്ടമല്ലേ റബ്ബേ? അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. അതിൻ്റെ ദിനരാത്രങ്ങളാണ് അവസാനത്തെ ദിനരാത്രങ്ങൾ. റമദാൻ വരുമ്പോൾ തസ്തഗ്ഫിർ ലഹുമുൽ മലായിക എന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പോലും ഇസ്തിഗ്ഫാർ നടത്തുന്ന ദിനമാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ ദിനത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, അതിനുവേണ്ടി ഒരല്പം കൂടി ഇന്നലകളിൽ ഉണ്ടാകരുത്. ഇന്നലത്തെ എൻ്റെ ജീവിതത്തെ മായ്ച്ചു കളയാൻ എനിക്ക് സാധിക്കണം. എപ്രകാരം എന്നാണ്? അബൂനുവാസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അറബിയിൽ ഷായിറുൽ ഖംർ എന്നാണ് അറിയപ്പെടുന്നത്. കള്ളിൻ്റെ കവി. മദ്യമായിരുന്നു, മദരാശിയായിരുന്നു, തിന്മ നിറഞ്ഞ ജീവിതമായിരുന്നു. ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ മരണത്തിൻ്റെ സമയം അദ്ദേഹം ഒരു 3 വരി കവിത എഴുതിയിട്ട് തലേൻ്റെ അടുത്ത് വെച്ചിരുന്നതാണ്. നമുക്കൊക്കെ പറ്റും. അത് ഒറ്റയ്ക്കിരിക്കണം. യാ റബ്ബി ഇന്നഅലമദ്ദുനൂബി കസ്റതൻ ഫഖദ് അലിംതു ബിഅന്ന അഫ്വക അഅലമു. അല്ലാഹുവേ, ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ മദ്യമാണ്, മധുരാശിയാണ്, തിന്മകളാണ്, പെണ്ണാണ്, കള്ളാണ്, അങ്ങനെ നിറഞ്ഞുകൊണ്ട് നിന്നെ മറന്നുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചു. പക്ഷേ
നീ എൻ്റെ തെറ്റുകൾ ഞാൻ ആരോട് മുമ്പിൽ ഇറക്കി വെക്കുമെന്ന് ആലോചിക്കുമ്പോൾ നീ പ്രാർത്ഥന സ്വീകരിക്കുന്നത് നല്ലവരുടെ പ്രാർത്ഥന മാത്രമാണെങ്കിൽ, മുത്തഖികൾക്ക് മാത്രമേ നിന്നോട് പ്രാർത്ഥിക്കാൻ നീ അവസരം നൽകിയുള്ളൂ എങ്കിൽ, മുഹ്സിനുകളുടെ പ്രാർത്ഥന മാത്രമേ നീ സ്വീകരിക്കുമെങ്കിൽ, എന്നെ പോലെയുള്ള ധിക്കാരികൾ, എന്നെ പോലെയുള്ള പാപികൾ, എന്നെ പോലെയുള്ള തെറ്റുകളിലൂടെ മുന്നോട്ട് പോയവർക്ക് പ്രാർത്ഥിക്കാൻ അണ്ടകടാഹങ്ങൾക്ക് വേറെ അധിപനില്ലല്ലോ, റബ്ബില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, ഞാനിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു, കഴിഞ്ഞുപോയ ഈ പാരാവാര സമാനമായ എൻ്റെ തെറ്റുകളെ നീ എനിക്ക് പുറത്തു തരണമേ റബ്ബേ എന്ന് ഒറ്റയ്ക്കിരുന്നിട്ട്, ഞാൻ ഒറ്റയ്ക്കുണ്ടാകുന്ന ആ സന്ദർഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതാണ് അവസാനത്തെ 10കളിൽ നമുക്ക് കൂടുതലായി ഇനിയും പ്രതീക്ഷിക്കാനുള്ളത്. അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് തരാം. അബൂനുവാസിനേക്കാളും അപ്പുറത്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും നിങ്ങൾക്ക് കൈകൾ ഉയർത്താൻ സാധ്യമാകുമോ? എല്ലാ റമദാനിലും നമ്മൾ കേൾക്കുന്നൊരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞു. അതിലൊരു ആമീൻ മൻ അദ്റകഹു റമദാന ഫലം യുഗ്ഫർ ലഹു എന്നാണ്. റമദാനിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും മഗ്ഫിറത്ത് ലഭിക്കാത്തവൻ. റമദാൻ എന്നുള്ളത് മഗ്ഫിറത്തിൻ്റെതാണ്, പാപമോചനത്തിൻ്റെതാണ്. അല്ലാഹുവേ, നിന്റെ കൽപ്പന ഞാനും നീയും മാത്രം തമ്മിലുള്ള ഉടമ്പടിയാണ്. നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മഗ്ഫിറത്ത് ഞാൻ സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് റമദാനിൽ ജീവിച്ചിരുന്നിട്ടും നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിച്ചില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. അതിലൊരു പ്രാർത്ഥന അതാണ്. ഷെയ്ഖ് യൂസുഫുൽ കർലാവി ഈ ഹദീസിനെ വിശകലനം ചെയ്തിട്ട് പറയാണ്, ആരാണ് പ്രാർത്ഥിച്ചത്? അമീനുസ്സമാ, ആകാശലോകങ്ങളുടെ അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാരാണ്? ഭൂമി ലോകത്ത് കാലുകുത്തിയിട്ടുള്ളതിൽ അത്യുത്തമ വ്യക്തിത്വമായ അൽ അമീനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ. അമീനുസ്സമാഇന്റെ പ്രാർത്ഥനയ്ക്ക് അമീനുൽ അർള് ആമീൻ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, റമദാനിൽ ജീവിച്ചിരുന്നിട്ടും മഗ്ഫിറത്ത് ലഭ്യമാകാതെ ഈ 10കളിൽ നിന്ന് റമദാന യാത്ര പറയുന്നവരാകുമോ നിങ്ങൾ? ഖൈരി ഇലൈക്കും നാസിൽ, എൻ്റെ ഖൈർ നിങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹ് പറയാം, നിങ്ങൾ ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ശ്വസനവും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ എൻ്റെ ഖൈർ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കോടാനുകോടി എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ അടിയാറുകളെ നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്? ഷർറുക്കും ഇലയ്യ സാഇദ്, ഓരോ നിമിഷം ചെല്ലുന്തോളും നിങ്ങളുടെ തിന്മകളാണ് നിങ്ങളൊക്കെ കയറി വരുന്നത്. ഞാൻ നൽകിയ മഹത്തായ അനുഗ്രഹമായ കണ്ണുകൊണ്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകിയതെന്താണ്? ഞാനും നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ആ കണ്ണുകൊണ്ട് നീ കണ്ടതെന്തൊക്കെയാണ്, കേട്ടതെന്തൊക്കെയാണ്, നടന്നതെന്തൊക്കെയാണ്, ഈ നാവ് കൊണ്ട് നീ പറഞ്ഞതെന്തൊക്കെയാണ്, നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ ആലോചനകൾ കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്തത് എന്തൊക്കെയാണ്? ഷർറുക്കും ഇലയ്യ സാഇദ്, നിന്റെ തിന്മകളല്ലേ എന്നിലേക്ക് കയറി വന്നത്. എന്നിട്ട് നിനക്കൊന്ന് പറയാൻ സത്യണ്ടോ? അങ്ങനെ നീ പറഞ്ഞാൽ വീണ്ടും അല്ലാഹ് തുടരാണ്, അദ്നബ അബ്ദി, എൻ്റെ അടിമ തെറ്റ് ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർലി ദംബി, പടച്ചവനെ എൻ്റെ പാപം നീ എനിക്ക് പുറത്തു തരയണമേ എന്നൊരു അടിമ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അപ്പം അല്ലാഹ് പറയുമത്രേ, എൻ്റെ അടിമ തെറ്റ് ചെയ്തു, ശരിയാണ്, അത് അവൻ്റെ പ്രകൃതിയാണ്, കുല്ലു ബനി ആദമ ഖതഉൻ. പക്ഷേ അവൻ അറിഞ്ഞില്ലേ, അന്നലഹു റബ്ബൻ യഗ്ഫിറു ദംബ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് അവൻ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയില്ലേ? ആ പാപങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തിയില്ലെങ്കിൽ അവനെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്നും അവൻ മനസ്സിലാക്കിയില്ലേ? എല്ലാം ഞാൻ പുറത്തു കൊടുക്കുന്നു എന്ന് പറയുന്ന റബ്ബാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അവസാനത്തെ ഈ 10കളിലെ ഒരുപാട് നന്മകളിൽ, സമ്മാനങ്ങളിൽ, അതിൻ്റെ അസ്ലഭ മുഹൂർത്തങ്ങളിൽ പരിശുദ്ധ റമദാൻ യാത്ര പറയുമ്പോൾ മഗ്ഫിറത്ത് ലഭ്യമായവനാണ് ഞാൻ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നതാണ്. പിന്നീട് നമ്മുടെ തേട്ടം മുഴുവൻ എന്നായിരുന്നു അല്ലേ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. പരിശുദ്ധ അവസാനത്തെ 10കളിൽ നമ്മുടെ തേട്ടങ്ങളിൽ കൂടുതലായി കടന്നു വരേണ്ടത് സ്വർഗമാണ്. എൻ്റെ സ്വപ്നവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രതീക്ഷയും. റമദാൻ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും സ്വർഗത്തെ അലങ്കരിക്കും എന്നൊരു ഹദീസുണ്ട്. യുസയ്യിനുല്ലാഹു കുല്ല യൗമിൻ ജന്നതഹു ഫയഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ അലങ്കരിച്ചതിന് ശേഷം സ്വർഗത്തോട് പറയും, യൂശികു ഇബാദി അസ്സാലിഹൂൻ, ഇതാ എൻ്റെ ഭൂമിലോകത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സാലിഹീങ്ങളായ അടിമകൾ ഭൂമിയോട് വിട പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെച്ച് ഇവരതാ എൻ്റെ കറാമത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ സന്ദർഭമായി. അവരെ സ്വീകരിക്കാൻ സ്വർഗമേ ഇസ്തഇദ്ദി വതസയ്യനി, നീ സ്വയം അലങ്കൃതമായി കാത്തിരിക്കുക, ആ സ്വർഗം എനിക്ക് വേണം.
ഞാൻ പറഞ്ഞത് ഈ റമദാന്റെ അവസാനത്തെ പാദങ്ങളിൽ നമ്മളിങ്ങനെ സാധാരണ ചോദിക്കേണ്ട അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, അതെൻ്റെ ഹൃദയത്തിൻ്റെ തേട്ടവും സ്വപ്നവും പൂതിയും ആഗ്രഹവും കൊതിയുമായി മാറണം എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും ധരിക്കുകയാണ് ഞാൻ. ജീവിതത്തിൽ ഐഹിക ജീവിതത്തോട് വളരെ വിരക്തി കാണിച്ച അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്ട്, മെഹ്റാബിൽ ഇരുന്നിട്ട് നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, തൊല്ലക്കുത്തുക്കി ദുനിയാവേ നിന്നെ ഞാൻ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഇങ്ങനെ കോർവയായിട്ട് ഓതാറുണ്ടത്രേ. എന്നിട്ടിങ്ങനെ ആ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ വിഭാവന കാണുക, മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അതിൽ അദ്ദേഹം അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ പ്രസംഗിക്കാം അതുണ്ടായത്. അതിൽ 2-3 ആയത്തുകൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ സ്വപ്നമാകാൻ, എൻ്റെ പൂതിയാകാൻ, എൻ്റെ ആഗ്രഹമാകാൻ. അതിങ്ങനെയാണ്: ഹത്താ ഇദ വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. മുത്തഖികളായ മനുഷ്യരെ പടച്ച തമ്പുരാൻ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുവരും. ഇത്തഖൗ നോമ്പനുഷ്ഠിച്ച് നമ്മൾ മുത്തഖികളാകാനാണ്. അങ്ങനെ ഇത്തഖൗ അല്ലാഹ് മുത്തഖികളായ മനുഷ്യരെ അല്ലാഹു ഒരു ഡെലിഗേഷനായി പടച്ച തമ്പുരാൻ്റെ ഒരു സംഘമായി സ്വർഗത്തിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുവരും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അങ്ങനെ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ എത്തേണ്ടുന്ന താമസം ഈ സംഘം ഇങ്ങനെ അതിൻ്റെ വാതിലെത്തുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ തുറക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ്റെ മലായിക്കത്തുകൾ, സൂറത്ത് സുമറിലെ 73-ാമത്തെ ആയത്താണ്. പടച്ചതമ്പുരാന്റെ മലായിക്കത്തുകൾ അന്തരീക്ഷങ്ങളിൽ നിന്നിങ്ങനെ വിളിച്ചു പറയും അത്രേ, സലാമുൻ അലൈക്കും ത്വിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ കടന്നു വരിക, നിങ്ങൾക്ക് സുസ്വാഗതം. ഈ വരവിനെ കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഈ സ്വർഗത്തെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു, അതിനനുസരിച്ച് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നു. ഇത് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ അതിലേക്ക് ശാശ്വതമായി കടന്നു വരിക എന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സ്വാഗത ഗീതം ഓതിക്കൊണ്ട് അവർ അങ്ങനെ കടന്ന് ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടും. സ്വർഗത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ അവരെല്ലാം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ചാരുമഞ്ചങ്ങളിലിരുന്ന് അന്തരീക്ഷങ്ങളിലേക്ക് നോക്കിക്കൊണ്ടവൻ പറയും അത്രേ, വഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. എത്ര സത്യമായിട്ടാണ് അമ്പിയാക്കൾ ഞങ്ങളിലേക്ക് വന്നത്. നിന്റെ പ്രവാചകന്മാർ വന്നുകൊണ്ട് എന്ത് സത്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളിതാ ആ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയല്ലേ. അൽഹംദുലില്ലാഹ്. അങ്ങനെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ചാരുമഞ്ചങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അവരോട് പറയപ്പെടും, അൻതിൽകുമുൽ ജന്ന ഉരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. ഇതാണ് സ്വർഗം. പരിശുദ്ധ ഖുർആന്റെ ഓരോ പേജുകളിലും പറഞ്ഞതുപോലെ ആ സ്വർഗം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന സ്വർഗം ഇതാണ്. ഈ സ്വർഗത്തെ നിങ്ങൾ അനന്തരം എടുത്തുകൊള്ളുക. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗലോകങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇനിയും എങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയാൻ സാധിക്കുക? ഫീഹിമാ ഐനാനി തജ്രിയാൻ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ നിലക്കുമുള്ള ഫലങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ വലഹമി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. വെജിറ്റബിളും നോൺ വെജിറ്റബിളുമായ നിങ്ങൾക്കിഷ്ടമുള്ള സകലമാന ഭക്ഷണ പദാർത്ഥങ്ങളെയും ഒരുക്കി വെച്ച് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് അടുത്തു വരുന്ന ആ എല്ലാവിധ ഫൽവർഗങ്ങളെയും ഒരുക്കി വെച്ച് കൊണ്ടിരിക്കുന്ന ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ? പരിശുദ്ധ റമളാൻ എന്നുള്ളത് അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളെ മടി വിളിച്ചില്ലേ? വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ. മുത്തഖികളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചില്ലേ? ഞാൻ പറയുന്നത് അവസാനത്തെ 10കളിൽ തേടുമ്പോൾ നമുക്കതിലേക്ക് ലഭിക്കണം. അല്ലാഹുവേ, ആ സ്വർഗം തന്നെ എനിക്ക് വേണം. നീ നിന്റെ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ സംഘത്തിൽ ഞാനും ഉണ്ടാകണം. നിന്നിലേക്ക് നയിക്കപ്പെടുന്ന ആ വിജയികളിൽ ഞാനും ഉണ്ടാകണം. ഉലൈക ഹുമുൽ വാരിസൂൻ. ആ അനന്തരാവകാശികളിൽ ഞാനുണ്ടാകണം. അവസാനത്തെ 10 അതിനുകൂടിയുള്ളതാണ് എന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് അല്ലാഹു ചോദിക്കുന്ന, നിങ്ങൾക്ക് തൃപ്തിയായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തിയായോ? അവർ പറയും, ഇനി എന്ത് തൃപ്തിയാണ് വേണ്ടത്? നീ എല്ലാം ഞങ്ങൾക്ക് തന്നില്ലേ? എല്ലാം ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നീ ഞങ്ങൾക്ക് നൽകിയില്ലേ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളുണ്ടാവും, ഇനി രോഗമില്ല,
ഇനി നിങ്ങൾക്ക് വാർദ്ധക്യമില്ല, നിങ്ങൾ അരോഗതിടകാത്തരായി നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടാകും. പടച്ച തമ്പുരാനെ കാണിക്കപ്പെടും എന്നാണ്. അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടുന്ന ആ ദിനത്തിനു വേണ്ടി ഈ അവസാനത്തെ 10 നമ്മൾ ഒരുങ്ങുകയും അതിനു വേണ്ടി കൂടി, അതാണ് റമദാനിന്റെ സമ്മാനം എന്നുള്ളത്, തുറന്നു വെക്കപ്പെട്ട ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന എന്ന് പറയുമ്പോൾ അതാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? നമ്മൾ ചോദിക്കുക തന്നെ വേണം എന്നാണ്. ആ സ്വർഗത്തെ ലഭ്യമാക്കാൻ, ആ സ്വർഗമാണ് റമദാനിൻ്റെ മറ്റൊരു സമ്മാനം. ഇനി ഒരു ദിവസം എടുത്ത് നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് ഇങ്ങനെ കാതങ്ങളോളം അള്ളാഹു അകറ്റുമെന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാനും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ റമദാനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിതല്ലെങ്കിൽ, നമുക്ക് ധിക്കാരികളായവർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹിൻ്റെ കാരുണ്യമാണെന്നാണ്. എൻ്റെ ഉമ്മത്തെ, നിങ്ങൾ പോകരുത്. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഒരിക്കലും ആ ശിക്ഷയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ മുൻകൂട്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. മിഅ്റാജിൻ്റെ രാവിൽ ജിബ്രീലിനോടുമൊത്ത് ഞാൻ കടന്നു പോയപ്പോൾ മിറാജിൻ്റെ പിറ്റേ ദിവസം വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അഫതുമാറൂനഹു അലാ മാ യറാ, അള്ളാഹിൻ്റെ റസൂൽ കണ്ടുവന്ന് വിവരിച്ചു എന്ന കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉമ്മത്തെ, ഞാൻ കണ്ടു. വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗലോകത്തെ ഞാൻ കണ്ടു. ധിക്കാരികളായ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷകളെയും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അഫതുമാറൂനഹു അലാ മാ യറാ, അല്ലാഹുവിൻ്റെ റസൂൽ കണ്ടുവന്നതിൽ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ? ഇല്ല റബ്ബേ, സംശയമില്ല. നരകാഗ്നി എന്നുള്ളത് ഇന്ന അദ്നാ അഹ്ലന്നാരി അദാബ, ശിക്ഷയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിലേറ്റവും നിസ്സാരമായ ശിക്ഷ എന്നുള്ളത് 2 തീ കൊണ്ടുള്ള ചെരുപ്പുകൾ ധരിപ്പിക്കലാണ്. യുഗ്ലീദി മഅഹു, നിന്റെ ദിമാഗ് പോലും തലച്ചോറ് പോലും എരിഞ്ഞു പോകുമാറ് ഉള്ള തീയാണ് നിനക്ക് വേണ്ടി പടച്ച തമ്പുരാൻ ധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, എല്ലാ ആഴ്ചയും നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അതിൻ്റെ തീനാളങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന തീക്ക് നടുവിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുമോ? സൗസലീഹി സഖർ, സഖറിൽ നീ എത്തിപ്പെടുന്നത് ഹൃത്തമയിൽ ഇങ്ങനെ പരസ്പരം കൂട്ടിയടിച്ച് തീക്ക് നടുവിൽ കിടന്നുകൊണ്ട് നിന്നെ ബലിസിക്കുന്നത്, നിന്നെ ഇടിച്ച് തരിപ്പണമാക്കുന്നത് നീ ആലോചിക്കുന്നുണ്ടോ? ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇതിൽ വന്നു പോകാതിരിക്കാൻ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീ ഉണ്ടല്ലോ, ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയെ ജഹന്നമിന്റെ 70 ഭാഗമായി തിരിച്ച ജഹന്നമിന്റെ തീയുടെ 70 അതിൻ്റെ കഠിന്യം പോലില്ലാത്ത തീയാണ് നിങ്ങളിവിടെ സഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളതിൽ പോകരുത്, ഉമ്മത്തിനുള്ളതല്ല അത്. നിങ്ങൾ പണിയെടുക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതിന് ഇനിയും ധിക്കാരികളാണ് കഴിച്ചു കൂട്ടുന്നതെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അക്രമിയായ ഒരു മനുഷ്യൻ നരകത്തെ കാണുമ്പോൾ പറഞ്ഞു പോകുമത്രേ, അല്ലാ എൻ്റെ മകനെ ഞാൻ തരട്ടെ. ഞാൻ വേണമെങ്കിൽ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മ പറയുമത്രേ, എൻ്റെ കുഞ്ഞിനെ പകരം നൽകാം. എൻ്റെ കിടപ്പറകളെ പങ്കിട്ട എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ നൽകാം. എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രം എന്നോടൊപ്പം പങ്കിട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ നൽകാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞിനെ നൽകിയിട്ടെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറയാവുന്ന, ഇതിൽ അകലാൽ ചന്തലകളിൽ ബന്ധിച്ചിട്ട് കൊണ്ട് തീ കത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നുണ്ട് എന്നാണ്. അതിലെ വസ്ത്രങ്ങൾ പോലും തീ കൊണ്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇബ്രാഹിം തമീമി പറയാൻ, സുബ്ഹാനല്ലദീ ഖലഖ മിനന്നാരി സിയാബാ, തീ കൊണ്ട് വസ്ത്രമുണ്ടാക്കിയ റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അതിലുണ്ട്. അങ്ങനെയുള്ള ഇനിയും വേണമെങ്കിൽ കുറേ പറയാം. ഞാൻ പറയുന്നത്, ആ നരകത്തിൽ നിന്ന് എനിക്ക് മോചനം വേണ്ടേ? അല്ലാഹുവേ, താങ്ങില്ല തമ്പുരാനെ. ഐഹിക ലോകത്തെ ചെറിയ തീ പോലും താങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ചെങ്ങലകളാൽ ബന്ധിതമായി ദാഹിക്കുമ്പോൾ ലഭ്യമാകുന്ന ഇരുമ്പൊരുക്കിയ വെള്ളം പോലെയുള്ള വെള്ളം ലഭ്യമാകുന്ന കത്തിക്കൊണ്ടേയിരിക്കുന്ന അവരുടെ മുഖങ്ങൾ പോലും നരകം ഇങ്ങനെ തക്കിത്തുടച്ചു കൊണ്ടിരിക്കുന്ന ആ കാഠിന്യത്തിൽ നിന്ന് റബ്ബേ എനിക്ക് രക്ഷ നേടണം തമ്പുരാനെ. നരകം ഇങ്ങനെ ഈ പരിശുദ്ധ റമദാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥനയായി, എൻ്റെ തേട്ടമായി, എൻ്റെ ഇസ്തിആദത്തായിട്ട് ആ കത്തിക്കാളുന്ന മുജ്രിമിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷ വേണം.
അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് സ്വർഗം ആവശ്യമുണ്ട്, നരകത്തിൽ നിന്ന് എനിക്ക് മോചനമുണ്ടാകണം. നമുക്ക് നമ്മളെക്കുറിച്ച് പറയുമ്പോഴേ, ഞാൻ എന്നെക്കുറിച്ച് പറയാണ്, നമ്മളിങ്ങനെ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയാണ്, സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷ വേണം, പ്രാർത്ഥന വേണം. എന്നാൽ സഹാബത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യും, എന്നിട്ട് അവർക്ക് പേടിയായിരുന്നു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പക്ഷി ഇങ്ങനെ നടന്നു പോവാണ്, പറന്നു പോവാ. ആ പക്ഷിയെ നോക്കിയിട്ട് പറഞ്ഞു, തൂബാ ലക്കി യാ തൈർ, അല്ലയോ പറവേ, നിനക്ക് എല്ലാ ഭാവുകങ്ങളും, തതീറു ഫതഖഉ അല ശജറ, നീ ഇങ്ങനെ പറന്ന് നടക്കുന്നു, എന്നിട്ടൊരു വൃക്ഷത്തിലിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ നീ ഒരു ഹിസാബും ഒരു അദാബും ഇല്ല, നിനക്കൊരു വിചാരണയും ശിക്ഷയുമില്ലല്ലോ. യാ ലൈതനി കുന്തു മിസ്ലക, ഞാൻ നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വല്ലാഹി ലവദിതു അന്നീ കുന്തു ശജറതൻ ഇലാ ജാനിബി ത്വരീഖ്, വഴിയോരങ്ങളിൽ വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ആളുകൾ വന്നുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ കഴിക്കും, ഏതെങ്കിലും ഒരു മൃഗങ്ങൾ വന്നുകൊണ്ട് അതിൻ്റെ എല്ലാ വൃക്ഷങ്ങളും ഇങ്ങനെ കഴിച്ചുകൂട്ടി ഇല്ലാതായി പോകുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, യാ ലൈതനീ കുന്തു ശജറതൻ തുഗ്ലദ്, പറിച്ചെടുക്കപ്പെടുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, യാ ലൈതനീ ലം തലിദ്നി ഉമ്മി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെയായിരുന്നു. ഉമർലാഹിൻ്റെ കാര്യം പറഞ്ഞു. ഉമർലാഹിൻ്റെ ആദ്യരാത്രി ഇങ്ങനെ ഓതുമ്പോൾ ഒരായത്ത്, വഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ. അതാണ് ആയത്ത്, നമ്മളൊക്കെ ഓതുന്ന ആയത്താണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ അങ്ങനെ നിന്നു, വഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്ന് പറയുമ്പോൾ നിന്ന് വിറച്ച് രോഗിയായി പോകുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആശങ്ക കൂടി കടന്നു വരണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അസുലഭ മുഹൂർത്തം അള്ളാഹു നരകത്തിൻ്റെ കവാടങ്ങളെ കുട്ടിയടച്ച് സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും മാടി വിളിക്കുമ്പോൾ, അതിൻ്റെ ഏറ്റവും അസുലഭമായ സന്ദർഭങ്ങളായ അവസാനത്തെ പത്തിൽ നമ്മളേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, തഹറു ലൈലത്തുൽ ഖദർ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോ അതിൻ്റെ അവസാനത്തെ നാമങ്ങളിൽ, അവസാനത്തെ രാത്രികളിൽ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ആ ലൈലത്തുൽ ഖദറിനെ ഏറ്റെടുക്കാൻ, ഈ പുണ്യങ്ങളെ മുഴുവൻ നമ്മുടേതാക്കി മാറ്റാൻ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാൻ, അള്ളാഹുവിൻ്റെ പുണ്യപ്രവാചകൻ്റെ ചാരത്ത് എത്താൻ, അല്ലേ? നമ്മെ കണ്ടുകൊണ്ട് നമ്മളെ കാണാൻ കാത്ത് പൂതിപൂത്ത അള്ളാഹുവിൻ്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നിമിഷം, ഈ വഫാത്താകുന്നതിൻ്റെ അവസാന നിമിഷം ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടി മസ്ജിദുൻ നബിയിൽ. അപ്പോൾ ഒച്ചുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കേണ്ട, ആയിഷയോട് എന്താണ് ഈ പള്ളിയിലൊരു ശബ്ദം? അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ കാര്യത്തിൽ അവർക്ക് പേടിയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയേക്കാണ്, എങ്കിൽ എന്നെ അവരിലേക്ക് കൊണ്ടുപോകും. അള്ളാഹുവിൻ്റെ റസൂലിനെ എഴുന്നേൽപ്പിച്ചു, ബോധം കെട്ടു, വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ തലയിലൂടെ ഒഴിച്ച് ബോധം തെളിഞ്ഞു. അങ്ങനെ 7 പ്രാവശ്യം ഉണ്ടായിരുന്ന അവസാനം 2 സഹാബത്ത് കൂടിയിട്ട് പൊക്കിക്കൊണ്ടുവന്ന് മിമ്പറിലിരുത്തി. ആ മിമ്പറിലിരുത്തിയപ്പോൾ കുറച്ച് സഹാബത്ത് മുമ്പിലുണ്ട്, അവിടെ ഇങ്ങനെ വളരെ നിശബ്ദമായിരിക്കുകയാണ്. പിൻ ഡ്രോപ്പ് സൈലൻസ് അങ്ങനെയാണ് പറയുന്നത്. ആരും മിണ്ടുന്നില്ല. ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അത് പറന്നു പോകാത്ത വിധം ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ പതുക്കെ അങ്ങനെ പറഞ്ഞു, മൗഇദുക്കും മഈ ലൈസ ദുനിയ, എൻ്റെ സഹാബത്തെ, നമ്മൾ കണ്ടുമുട്ടേണ്ടുന്ന, നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ദുനിയാവല്ല. ആ ആളുകളെ ഇരുത്തിയിട്ട് നമ്മളോട് പറഞ്ഞാണ് അല്ലാഹുവിൻ്റെ റസൂൽ, ഇനി വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തെ നമ്മൾ കണ്ടുമുട്ടേണ്ടത് എൻ്റെ ഹൗലിൻ്റെ ഓരത്ത് വെച്ചാണ്. കഅന്നി അൻളുറു, ഞാനിതാ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഹൗല് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ഹൗലിൻ്റെ കോരത്ത് എന്നെയും നിങ്ങളെയും കാത്ത് അല്ലാഹുവിൻ്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പൂതിയുണ്ടാകണം, അല്ലാഹുവേ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എനിക്ക് എത്തിപ്പെടണം. ഹൗദുൽ കൗസറിൻ്റെ ഓരത്ത് എനിക്ക് വേണ്ടി ജീവിച്ച, വഫാത്തിൻ്റെ സമയത്തും എന്നെ ഓർത്ത, ഇനി പാരത്രിക ലോകത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലും ഈ ഉമ്മത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന എൻ്റെ പുണ്യ റസൂലിനെ എനിക്കൊന്ന് കാണണം, ആ മുഖമൊന്ന് നോക്കണം, ഒന്നാലിംഗനം ചെയ്യണം. ആ പ്രവാചകൻ്റെ ചാരത്ത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗലോകങ്ങളിൽ ആ പ്രവാചകൻ്റെ ചാരത്ത് എനിക്കൊന്ന് കഴിച്ചുകൂട്ടണം എന്ന പൂതി. അതിനുള്ള അവസാന നിമിഷങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ചോദിക്കുക, ഇരക്കുക, കണ്ണുനീരൊഴിക്കുക, നമ്മുടെ കൈകൾ ഉയർത്തുക, റബ്ബുമായി നമ്മൾ ധാരാളമായി ഒറ്റയ്ക്കിരിക്കാൻ കിട്ടിയ സമയത്ത് ഞാനും എൻ്റെ റബ്ബും ഏറ്റുപറയാനും സ്വർഗമിരക്കാനും നരകത്തിൽ നിന്ന് മോചനം നേടാനും അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി പരിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ നമുക്ക് ഈ അവസരം ലഭ്യമാകണമെന്നാണ്. നമ്മളെങ്ങനെയൊക്കെ ആയാലും യാത്രയാകേണ്ടവരാണ്.
അതിനെക്കുറിച്ച് അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര ആളുകളുണ്ട്, നമ്മളിങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എത്ര ആളുകൾ നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മമാരുണ്ടോ? ജീവിച്ചിരിക്കുന്നവരുണ്ടാകും. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അവരൊക്കെ പോയി, ധാരാളം ആളുകൾ പോയി. ഇനി എനിക്കും നമ്മൾ ഹസനുബിനു അലി സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി, അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കവിത എഴുതി, 50 വരെയുണ്ട്. അത് സ്വന്തമാണ് എന്താ പറയുക, ഒരു ശരിക്കും ഇങ്ങനെ സ്വന്തം ഇങ്ങനെ പറയുന്നത് പോലെ ആളിങ്ങനെ എഴുതുകയാണ്. അതിൽ അദ്ദേഹം എഴുതിയ 2-3 വരികൾ ഞാനിങ്ങനെ വഖ്റജൂനി മിനദ്ദുനിയാ ഫവാഅസഫാ അലാ റഹീലിൻ ബിലാ സാദിൻ യുബല്ലിഗുനി. അതിനുമുമ്പ് ഇങ്ങനെ എഴുതുന്നുണ്ട്, എൻ്റെ കുട്ടികളൊക്കെ നല്ല, എനിക്ക് സമ്പത്തൊക്കെ ധാരാളം, ഞാൻ വെൽ സെറ്റിൽഡാണ്, അങ്ങനെയുള്ള നമ്മൾ പറയാം. ആ സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ ആ ദിനം വരുമ്പോൾ എനിക്ക് ചികിത്സ നൽകാൻ ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതിൽ എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാർ അവരെല്ലാവരും കൊണ്ടുവരാൻ എൻ്റെ മക്കൾ തയ്യാറാണ്. എൻ്റെ കയ്യിൽ അത് സമ്പത്തുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല വിശുദ്ധരന്മാർ എനിക്ക് ചുറ്റും നോക്കി നിൽക്കെ എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്, ഇന്നൊരു മെഡിക്കൽ സയൻസിനും നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനെ അവർ നോക്കി നിൽക്കെ, നിസ്സഹായരായി നിലനിൽക്കെ, അവർ വന്നുകൊണ്ട് ഐ ആം സോറി എന്ന് പറയുമ്പോൾ എൻ്റെ റൂഹ് അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ വരും, അവർ എന്നെ കുളിപ്പിക്കും. അവർ എന്നിട്ട് ഞാൻ കെട്ടിയുണ്ടാക്കിയ ഞാനെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും സുന്ദരമായ എൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമെന്നോണം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ അവർ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ആ കട്ടിലിൻ്റെ കാലുകൾ പിടിച്ചിട്ട് അവർ എന്നെ കൊണ്ടുപോകും. അവർ എന്നെ മിഹ്റാബിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. ആ മിഹ്റാബിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് സുജൂദും റുകൂഉമില്ലാത്ത ഒരു നമസ്കാരം എൻ്റെ മേൽ അവർ നമസ്കരിക്കും. ഒരാൾ അങ്ങനെ ഖബറിലേക്ക് ഇറങ്ങും, എൻ്റെ ശരീരത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൽ ഇറക്കി വെക്കും. വഅൻസലൂനി ഇലാ ഖബരി അലാ മഹ്ലിൻ വഖദ്ദമൂ വാഹിദൻ മിൻഹും യുലഹിദുനി. ആ ഖബറിൽ എന്നെ വെച്ചിട്ട് എനിക്ക് മുമ്പ് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ നിവർത്തും. എന്നിട്ട് അവൾ വിളിച്ചു പറയും, വേഗം വന്നോ, ഒരു 3 പിടി മണ്ണിട്ടിട്ട് നിങ്ങളതിൻ്റെ പുണ്യം നേടിക്കോ. അവിടെ വന്ന എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ പ്രിയപ്പെട്ട മകനും എൻ്റെ മുകളിൽ 3 പിടി മണ്ണിടും. എന്നിട്ട് അവർ പിരിച്ചു പോകും. ഞാൻ മാത്രമുള്ള ഇരുട്ടറയിൽ, എൻ്റെ ഉമ്മയില്ലാത്ത, എൻ്റെ പിതാവില്ലാത്ത, എൻ്റെ സഹോദരങ്ങളില്ലാത്ത ആ ഇരുട്ടറയിൽ നിന്ന് എൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. അല്ലയോ കാഫിർ, നിന്റെ ജീവിതം അവസാനിക്കുന്നിടത്തു നിന്ന് എൻ്റെ ജീവിതം തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളൊരു യാത്രയും ഖബറും ഖബറാനന്തര ജീവിതവും സ്വർഗനരകങ്ങളും എൻ്റെ മനസ്സിലുള്ളപ്പോഴാണ് റമളാൻ, ലൈലത്തുൽ ഖദർ, ഈ പുണ്യദിനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നോർക്കണം. റമളാൻ്റെ അവസാന ദിനം അള്ളാഹു വർത്താനുണ്ടെന്നാണ്, അവർക്കൊക്കെ പുറത്തു കൊടുക്കും എന്ന് റസൂല് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണോ? അല്ല, ഒരു പണിയെടുക്കുന്ന മനുഷ്യൻ, പണിയെടുക്കുന്ന യജമാനൻ കൂലി കൊടുക്കുന്നത് പോലെ റമളാനിൻ്റെ അവസാന ദിനം നിങ്ങൾക്കെല്ലാം അള്ളാഹു പുറത്തു തരും എന്നാണ്. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് റമളാൻ്റെ ഇനിയുള്ള ദിനങ്ങളിലെ കുറച്ച് സമയമെങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് എൻ്റെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നെഞ്ച് തുറന്ന് ഹൃദയം കൊണ്ട് എൻ്റെ റബ്ബുമായി സംവദിക്കാൻ സാധിച്ച് റമളാനിൻ്റെ വിജയികളിൽ ഉൾപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, വീഴ്ചകൾ നിൻ്റെ മഹലായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ, രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയുമൊക്കെ ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. നീയാണെല്ലാം പൊറുക്കുന്നവൻ, പുറത്തു കൊടുക്കൽ നീ ഇഷ്ടപ്പെടുന്നു റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ സദസ്സിൽ തന്നെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ മനസ്സുകളിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മാരകമായ രോഗത്തിൻ്റെ പിടുത്തത്തിൽപ്പെട്ടവരുണ്ട്. നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ മനസ്സുകളിലൊക്കെ ഇപ്പോൾ ഓരോരുത്തരുണ്ടാവും. പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ ശിഫയും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ, നിന്നിലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ പുണ്യദിനത്തിൽ, ഈ പുണ്യ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഓർക്കുന്നു, നിന്നിലേക്ക് യാത്രയായ ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ ഉമ്മമാർ നിങ്ങളിലേക്ക് യാത്രയായിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഈ സത്യമാർഗത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ എല്ലാ നിലക്കും ഞങ്ങൾ സ്നേഹിച്ചിരുന്നവരുമായ ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇവരെല്ലാം യാത്രയായിടത്തേക്ക് ഞങ്ങൾ യാത്രയാകുമ്പോൾ, 6 അടി മണ്ണിൻ്റെ ഏകാന്തതകളിൽ ഞങ്ങൾ മറമാടപ്പെടുമ്പോൾ, അള്ളാഹുവേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അന്ത്യപ്രവാചകൻ്റെ ചാരത്ത് അമ്പിയാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഈ പാവങ്ങളായ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണതുണകളെ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ കാവലാകണേ തമ്പുരാനെ. പടച്ചറബേ, മണ്ണിനും കരളിനും കൽബിനും സന്തോഷം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങളുടെ ഇണതുണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് ദാനമായി നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഐഹികമായ ഇടപാടുകളിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചറബേ, ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട് ഫലസ്തീൻ്റെ ഗസയിലെ ഓരങ്ങളിൽ. നമുക്കറിയാം, 50,000-ഓളം മനുഷ്യരെ ചുട്ടുകൊന്ന് ഒരു പ്രദേശത്തെ 80% ആവാസ വ്യവസ്ഥയെ തകർത്ത് 10,000-കണക്കിന് മനുഷ്യരെ അംഗവൈകല്യം സംഭവിച്ച് ഒരൽപ്പം വെടിനിർത്തലിൻ്റെ സമാധാനത്തിൽ ലോകം ഇങ്ങനെ നിൽക്കുമ്പോൾ, എല്ലാ കരാറുകളെയും കാറ്റിൽ പറത്തിയിട്ട യത്തീം കുട്ടികളുടെ, പാവപ്പെട്ട മക്കളുടെ ഈ ദീനരോധനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന മഹാ അപരാധി ലോകത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ, അതിനെ തടയാൻ ഇന്ന് അള്ളാഹുവേ നീയല്ലാതെ ആരുമില്ല. സമ്പത്തുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ശക്തിയുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചപിച്ചമടക്കി അവരുടെ എല്ലാ നിശബ്ദതകളിലും അവർ കഴിച്ചുകൂട്ടുമ്പോഴും ഒന്നുമില്ലാതിരിക്കുമ്പോഴും ധീരമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്നും ഒരു ഉമ്മ പറഞ്ഞു, എൻ്റെ 4 മക്കളും മരണപ്പെട്ടു, ഞാനിതാ മക്കളില്ലാത്ത ഉമ്മയായി മാറി. എന്നാലും ഞാൻ പറയുന്നു അൽഹംദുലില്ലാഹ്, എൻ്റെ ബൈത്തുൽ മഖ്ദിസിൻ്റെ വിമോചനത്തിന് വേണ്ടി, പടച്ചതമ്പുരാൻ്റെ ദീനിൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ 4 മക്കളെയും ഈ പട്ടിണിയുടെ വരുതിയുടെ മധ്യത്തിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഈ ഭൂമിയിലെ ഈമാനിൻ്റെ നടക്കുന്ന സാക്ഷ്യങ്ങളായി നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അള്ളാഹുവേ നീ അവരെ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നിൻ്റെ കാരുണ്യം നീ അവരോട് കാണിക്കണേ നാഥ. അള്ളാഹുവേ, അവരിൽ മരണപ്പെട്ടവരെ നീ ഷഹീദുകളായി സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവർ വിശക്കുന്നവരാണ്, അന്നമില്ലാത്തവരാണ്, അവർക്ക് നീ ഭക്ഷണം നൽകണേ തമ്പുരാനെ, അവർക്ക് നീ പാനം നൽകണേ നാഥ. അള്ളാഹുവേ, നിന്റെ കുദ്റത്തിന്റെ അത്ഭുതങ്ങൾ ഗസയുടെ ഭൂമിയിൽ കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പീഡനമർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിലും അത് ഞങ്ങൾ ഇതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമൂഹത്തിന്റെ നേതാക്കൾ, ഉമ്മത്തുകൾ കാരാഗ്രഹങ്ങളിലാണ്. പടച്ചറബേ, മാനവകുലത്തോട് കരുണ കാണിക്കാത്തവരിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, വ്യത്യസ്തങ്ങളായ ജാതി മത വിശ്വാസങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ നമ്മുടെ നാട് സ്നേഹവും സന്തോഷവും സാഹോദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യനാടായി നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തമ്പുരാനെ. ഇതിലെ മനുഷ്യരെ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ധിക്കാരികളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നാടിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമളാൻ അനുകൂല സാക്ഷ്യം നിൽക്കുന്ന വിജയികളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റമളാനിൽ ജീവിച്ചിരുന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ട ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ജഅൽ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ് رقاب آبائنا من النار. اللهم اعتق رقاب أمهاتنا من النار. اللهم اعتقنا جميعا من النار برحمتك يا أرحم الراحمين. إنك على كل شيء قدير وبالإجابة جدير. نعم المولى ونعم النصير. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا
غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد صلى الله عليه وسلم وآخر دعوانا الحمد لله رب العالمين.